പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. തനിക്ക് ഒരിക്കലും ഇനി ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇഷ. ഇതേ തുടർന്ന് ഇഷ വിഷം കഴിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ തുടർന്നാണ് ഈ കാര്യം വീട്ടിലറിയാൻ ഇടയാകുന്നതും ഇഷയെ ഉടൻ തന്നെ റാം മോഹൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതും. അപ്രതീക്ഷിതമായ ഈ സംഭവം പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാക്കുകയാണ്. ഇഷയുടെ അവസ്ഥ വളരെ ക്രിട്ടിക്കലാണ് എന്ന് വ്യക്തമാക്കുന്ന ഡോക്ടർ രക്ഷപ്പെടുന്നതിനുള്ള സാധ്യത കുറവാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇഷയെ രക്ഷപ്പെടുത്തുന്നതിനായി ഞങ്ങൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ. നല്ല വീര്യം കൂടിയ വിഷമാണ് അവൾ കഴിച്ചിരിക്കുന്നത്. ജീവിതം അവസാനിപ്പിക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് തന്നെയാണ് ഈ പ്രവൃത്തി ചെയ്തിട്ടുള്ളത് എന്ന് വ്യക്തമാക്കുന്ന ഡോക്ടർ അതുകൊണ്ട് തന്നെ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്, ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ മാക്സിമം ശ്രമിക്കും എന്നുള്ള ഉറപ്പ് നൽകി അവിടെ നിന്ന് പോകുന്നു. ഇതോടെ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നറിയാതെ ആകെ പകച്ചു പോവുകയാണ് ഇഷയുടെ അച്ഛൻ. ഇഷ എന്നെ വിട്ടു പോവുകയാണ് എങ്കിൽ ഞാനിനി എന്ത് ചെയ്യും എന്നുള്ള ചോദ്യം അയാളുടെ മുന്നിൽ ബാക്കിയാവുകയാണ്. ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത സംഭവങ്ങളാണ് തൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ നടക്കുന്നത് എന്ന് അയാൾ ഉറപ്പിച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇതേ തുടർന്നാണ് സോഹൻ ഈ കാര്യങ്ങൾ അറിയാൻ ഇടയാകുന്നത്. ആകെ ഞെട്ടിപ്പോകുന്ന സോഹൻ ഉടൻ തന്നെ അഭിഷേകിനെ ഫോൺ ചെയ്തിരിക്കുകയാണ്. അഭിഷേക്, നീ ആ കാര്യം അറിഞ്ഞോ? എന്താടാ, എന്താ സംഭവിച്ചേ? അത് ഈശ മാഡം, ഈശ മാഡം, ഈശയ്ക്ക് എന്താ സംഭവിച്ചത്, പറയൂ എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഈശ മാഡം വിഷം കഴിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. ഇത് കേൾക്കുന്ന അഭിഷേക് ആകെ ഞെട്ടിപ്പോവുകയും എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ചു പോകുന്ന അഭിഷേക് എനിക്ക് ഇപ്പോൾ തന്നെ ഇഷയെ കാണണമെന്ന് പറയുകയും ചെയ്യുന്നു. എടാ വേണ്ടടാ, നീ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് എങ്കിൽ പ്രശ്നങ്ങൾ വഷളാകും. അറിയാമല്ലോ, നീ ചതിച്ചു എന്ന് കരുതി തന്നെയാണ് എല്ലാവരും ഇരിക്കുന്നത്. മാത്രവുമല്ല, റാംമോഹൻ സാർ ആണ് എങ്കിൽ മാനസികമായി തകർന്നു പോയിരിക്കുകയാണ്. ഇഷയുടെ ഈ തീരുമാനം അദ്ദേഹത്തെ വളരെയധികം തകർത്ത് കളഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നീ ഇപ്പോൾ അവിടേക്ക് ചെല്ലുകയാണ് എങ്കിൽ പ്രശ്നം വഷളാകും എന്ന് ഞാൻ ഉറപ്പു നൽകുകയാണ്. എന്തായാലും ഞാനൊന്ന് പോയി കണ്ടിട്ട് കാര്യങ്ങൾ അറിഞ്ഞു വരാമെന്ന് സോഹൻ പറയുകയാണ്. പക്ഷേ ഇതെല്ലാം അറിഞ്ഞിട്ട് ഞാൻ എങ്ങനെയാടാ ഇവിടെ ഇരിക്കുക? എനിക്കതിന് സാധിക്കുകയില്ല. ഞാൻ എന്തായാലും ഇഷയെ കാണുന്നതിനായി ഹോസ്പിറ്റലിലേക്ക് വരിക തന്നെ ചെയ്യുമെന്ന് വ്യക്തമാക്കുന്ന അഭിഷേക് ഫോൺ കട്ട് ചെയ്യുന്നു. ഇതേ സമയം അഭിഷേക് പുറത്തേക്ക് പോകുന്നത് കാണാനിടയാകുന്ന ദേവബാല, അഭി എവിടേക്കാ പോകുന്നത്, എന്താ പ്രശ്നമെന്ന് ചോദിക്കുന്നു. ഇതോടെ ദേഷ്യം വരുന്ന അഭിഷേക്, ഞാൻ എവിടേക്കെങ്കിലും പോകും, നീ ഇതൊന്നും ചോദിക്കാൻ വളർന്നിട്ടില്ല, നിനക്ക് നിന്റെ കാര്യം നോക്കിയാൽ പോരെ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. ഇതോടെ അഭി എന്തിനാ ദേഷ്യപ്പെടുന്നത്, എന്താ അഭി, എന്താ പ്രശ്നം എന്ന് ദേവബാല വീണ്ടും ചോദിക്കുന്നു. പക്ഷേ കാര്യങ്ങൾ വ്യക്തമാക്കാൻ തയ്യാറാകാതെ അഭിഷേക് അവിടെ നിന്ന് പോവുകയാണ്. ഇതേ സമയം ഹോസ്പിറ്റലിലാണ് എങ്കിൽ തൻ്റെ മകളെ തനിക്ക് നഷ്ടമാകുമോ എന്നുള്ള ഭയത്തിൽ റാംമോഹൻ ആകെ തകർന്നു നിൽക്കുകയാണ്. ഇതേ തുടർന്നാണ് അവിടേക്ക് അഭിഷേക് കയറി വരുന്നത്. ഇതോടെ സാർ, ഇഷയ്ക്ക് എന്താ പറ്റിയേ, അവൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ലേ എന്ന് ചോദിച്ചതിനെ തുടർന്ന് എല്ലാത്തിനും നീ കാരണമാണ് എൻ്റെ മകൾ ഈ അവസ്ഥയിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. നിന്നോടുള്ള സ്നേഹം മറക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് അവൾ ഈ ആത്മഹത്യക്ക് വരെ ശ്രമിച്ചത്. മതിയായില്ലടാ നിനക്ക് എൻ്റെ മകളോടുള്ള നിന്റെ പ്രതികാരം
എന്ന് ചോദിച്ചതിനെ തുടർന്ന് അഭിഷേക് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാർ എന്ന് വീണ്ടും പറയുകയാണ്. മതിയടാ, നിന്റെ ആക്ടിംഗ് എല്ലാം മതി. എൻ്റെ മകളുടെ ജീവൻ വെച്ചാണ് നിന്റെ കളി. അത് നീ ഓർക്കണം. ഓർത്താൽ നന്ന് എന്ന് വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് ആകെ തകർന്നു പോവുകയാണ് അഭിഷേക്. എങ്ങനെയെങ്കിലും ഇഷ രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹം മാത്രമാണ് തനിക്കുള്ളത് എന്ന് പറയുന്ന അഭിഷേക് ഒരിക്കലും എനിക്ക് അവളെ മറക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. ഇതേ തുടർന്നാണ് ഡോക്ടർ അവിടേക്ക് വരുന്നത്. ഇതോടെ ഡോക്ടറോട് കാര്യങ്ങൾ ചോദിക്കുന്നതിന് അഭിഷേക് തയ്യാറാവുകയും ഇഷയെ രക്ഷിക്കണമെന്ന് പറയുകയും ചെയ്യുന്നു. ഇതോടെ ഇഷയുടെ കാര്യത്തിൽ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന ഡോക്ടർ പേടിക്കാതിരിക്കൂ എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഇതേ തുടർന്ന് അവിടേക്ക് പോലീസ് കടന്നു വരികയാണ്. ഇത് കേസാക്കി മാറ്റുക തന്നെ ചെയ്യും എന്ന് വ്യക്തമാക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്നതും കുറ്റമാണ് എന്ന് പറയുകയും ചെയ്യുന്നു. വീണ്ടും അഭിഷേകിന് നേരെ അവർ അടുക്കുകയാണ്. ഈ ഒരു കാര്യത്തിലും അഭിഷേകിന്റെ പ്രസൻസ് ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന അവർ അഭിഷേക് ഈ കാര്യത്തിലും കൊടുങ്ങുമെന്ന് വ്യക്തമാക്കുകയാണ്. ഇതോടെ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ അഭിഷേക് ആകെ പകച്ച് പോവുകയും ചെയ്യുന്നു. സോഹനാണെങ്കിൽ അവിടേക്ക് വരികയും അഭിഷേകിനോട് എടാ, നീ തൽക്കാലത്തേക്ക് ഇവിടെ നിന്നൊന്ന് മാറി നിൽക്ക്, അല്ലെങ്കിൽ നിനക്ക് വീണ്ടും പ്രശ്നങ്ങളാണ് ഉണ്ടാവുക എന്നുള്ള കാര്യം അറിയിച്ചതിനെ തുടർന്ന് ഞാൻ എവിടെ പോയി ഒളിക്കാനാടാ ഇനി, എന്തിനാടാ ഞാനിങ്ങനെ ഒളിച്ചിട്ട് കാര്യം എന്ന് ചോദിക്കുകയാണ് അഭിഷേക്. ഇതോടെ ഇമോഷണലായി കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറയുന്ന സോഹൻ ഇഷയ്ക്ക് ഒന്നും പറ്റില്ല, നീ തൽക്കാലത്തേക്ക് ഇവിടെ നിന്നൊന്ന് മാറി നിൽക്ക്, എന്തുണ്ടായാലും ഞാൻ നിന്നെ ഉടൻ തന്നെ കാര്യങ്ങൾ അറിയിക്കാം, നീ ഞാൻ പറയുന്നതെന്ന് അനുസരിക്ക് പ്ലീസ് ഡാ എന്ന് പറഞ്ഞ് തൽക്കാലത്തേക്ക് അഭിഷേകിനെ അവിടെ നിന്ന് മാറ്റാൻ ശ്രമിക്കുകയാണ് സോഹൻ. പക്ഷേ ഇതേ തുടർന്നാണ് ആ മരണ വാർത്ത അവരെ തേടി എത്തുന്നത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.